നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനത് മറന്നുപോയി ഋഷി. സോറി അങ്കിൾ, സോറി ആന്റി. അതൊക്കെ എന്തിനാ മോളെ, നമ്മുടെ ഇടയിൽ ഒരു ഫോർമാലിറ്റി. അതൊന്നും സാരമില്ല. അനാമികയ്ക്ക് വേണ്ടി ഞാൻ തരുന്ന ഗിഫ്റ്റാ ഇത്. പിടിക്ക അനാമിക, നീ തന്നെ കൊടുക്ക. ഒരുപാട് താങ്ക്സ് ഋഷി. അങ്കിൾ, ആന്റി, ദാ. ഒരു കാര്യം പറയാമല്ലോ, അനാമിക മോന്റെ സ്റ്റാഫാണെങ്കിലും നീ അവളുടെ കാര്യത്തിൽ ഭയങ്കര കെയറിംഗ് ആണ്. വെരി ഗുഡ്. ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ കൂടെ ഊണ് കഴിച്ചിട്ട് പോവാവൂ. ഇല്ല ആന്റി, ഋഷിക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ വേറൊരു ദിവസം ഋഷിയെ കൂട്ടിയിട്ട് വരാം. ഋഷി, ആ മീറ്റിംഗ് മറന്നുപോയോ? മറന്നതല്ല അനാമിക, എല്ലാം ഓർമ്മയുണ്ട്. എനിക്ക് ഇന്ന് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ബൈ ദ വേ, ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു മോനെ. വിൽ മീറ്റ് സം ടൈം. അനാമിക, യു ആർ വെരി ലക്കി. നല്ലൊരു ഭർത്താവിനെയും കിട്ടി, നല്ലൊരു ബോസിനെയും കിട്ടി. അവൻ എപ്പോഴും അങ്ങനെ തന്നെയാ, ശരിക്കും ജെന്റിൽമാനാ. പറയൂ സർ. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം, വേഗം വാ. ഓക്കെ. പറയാനാമിക, നീ എവിടെയുള്ളത്? എന്താ വരാത്തെ? ദേ വന്നോണ്ടിരിക്കുക. എന്താ വൈകുന്നേ? അല്ല, വെഡിങ് ഡേ ആണെന്നല്ല പറഞ്ഞേ. അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരണമെന്ന് ആലോചിക്കായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല നന്ദാ, അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ ഒന്ന് പെട്ടെന്ന് വന്നേ, നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. ശരി ശരി, ദാ വരിക. ഇനിയും ലേറ്റ് ആവല്ലേ, പറഞ്ഞേക്കാം. ശരി, ദേ വരികയാണെന്ന്. വരിക. ഫോൺ വെച്ചോ. എന്താ? ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കട അന്വേഷിച്ച് നടക്കാന്ന്. ഞാൻ പോലും അത് മറന്നുപോയി. അവന്റെ ഉത്തരവാദിത്തം കണ്ടില്ല അങ്കിൾ. കല്യാണം കഴിഞ്ഞാലേ ഉത്തരവാദിത്തമൊക്കെ തന്നെ വരും. ഇപ്പൊ നിന്നെ അവൻ ഓവർടേക്ക് ചെയ്ത് കണ്ടില്ലേ? എന്താ ആന്റി പെട്ടെന്ന് നന്ദയുടെ സൈഡിലേക്ക് പോയത്? അവനെക്കാൾ ഉത്തരവാദിത്തം എന്തായാലും എനിക്കുണ്ട്. ഇവള് പറയുന്നത് നോക്കണ്ട, എപ്പോഴും ചലിച്ചോണ്ടിരിക്കും. ഞാൻ എപ്പോഴും മോളുടെ സൈഡ് തന്നെ. ഇതൊന്നും വിശ്വസിക്കണ്ട, ഉള്ളി കിടക്കുന്നത് വിസ്കിയാ. മോനെ മോനെ ഒന്നും കഴിച്ചിട്ടില്ല മോനെ. 4 ദിവസമായി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട്. മോനെ എന്തെങ്കിലും തരണേ മോനെ. മോനെ എന്തെങ്കിലും വിശക്കുന്നു മോനെ. തരാം നിക്ക്. എന്തെങ്കിലും. താൻ എന്ത് ഭ്രാന്തി കാണിക്കുന്നേ? തരാന്ന് പറഞ്ഞില്ലേ? ഇത്ര തിരക്ക് പിടിക്കുന്ന മോനെ, ക്ഷമിക്കേ. താൻ എന്തേ കാണിക്കുന്നു? കൈന്ന് വിടാൻ. വിടാന്നല്ല പറഞ്ഞു. തനിക്കെന്താ ഭ്രാന്ത? കൈ വിട. തന്നെ ഞാൻ
ഇയാളെവിടെ പോയി? കാശ് വെച്ചിട്ട് അത് കൊടുക്കുന്നതിന് മുമ്പ് രക്ഷ എടുത്തോണ്ട് പോയല്ലോ. അയ്യോ, സമയം കുറയല്ലോ. തുളസി വന്ന രക്ഷയല്ലേ. പോണേ പോട്ടെ. സഭ ഈ ഏലസ് ഉള്ളത് കൊണ്ടാണ് ഇവന്റെ ജീവൻ നഷ്ടപ്പെടാതെ നിൽക്കുന്നത്. ഇവനുണ്ടല്ലോ, മരണം ഇനി അവനെ തേടി വരണമെന്നില്ല. ഇവൻ മരണത്തെ തേടിയാണ് പോവാൻ പോകുന്നത്. ബോസ്, എന്താ ബോസ് ഇതൊക്കെ? ഇപ്പൊ ആരെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ ഇവിടെ വന്നു നിൽക്കുന്നത്? ബോസ്, 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 ഞാൻ ഇത്ര കിടന്ന് വിളിച്ചിട്ടും ബോസ് എന്താ കേൾക്കാത്ത പോലെ ഇരിക്കുന്നേ? എന്താ ചോദിച്ചേ? ബോസ്, ഇപ്പൊ ആരെ മീറ്റ് ചെയ്യാനോടെ വന്നതെന്നാ ഞാൻ ചോദിച്ചത്. അതാണ്. ആ നിക്ക് ബോസ്, ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. ഇരുട്ട്, നല്ല പറ്റിയ സ്ഥലം, നിലാവിന്റെ വെളിച്ചം, അങ്ങനെയാണെങ്കിൽ ഏതൊരു പുതിയ ഫിഗർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആമേ കറക്റ്റ്? അനാമികയ്ക്ക് പകരമായിട്ട് ഏതോ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അതിനുവേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യുന്നേ? കറക്റ്റ് അല്ലേ? ഓപ്പൺ ചെയ്യാനൊന്നും അല്ല അശോക്, ക്ലോസ് ചെയ്യാൻ വേണ്ടിയാ. ഒന്ന് നിർത്ത് ബോസ്. ഇരിക്കുന്നേ. ബോസ് എന്തോ സസ്പെൻസ് ഉള്ളിൽ വെച്ച് സംസാരിക്കുകയാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല ബോസ്. ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്ന പോലെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? നന്ദയുടെ കഥ തീർക്കാൻ പോവാ ബോസ്. അവൻ എന്റെ ലിമിറ്റ് അതിക്രമിച്ച് കയറിയിരിക്കുക. ഇനിയും അവനെ അതിനെ അനുവദിച്ച ഞാൻ മണ്ടനായി തീരും. കറക്റ്റാണ് ബോസ്. അവനോട് ഉണ്ടാകുന്നിടത്തോളം കാലം ബോസിനും അനാമിക്കും ഇടയ്ക്ക് ഒരു കരട് തന്നെയായിരിക്കും. ഇപ്പൊ ഏത് നാട്ടിലേക്ക് അയക്കാൻ പോകുന്നവനെ? സിംഗപ്പൂരാണോ അതോ മലേഷ്യയാണോ? അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുന്ന അശോക്. അത് സ്വർഗമാണോ നരകമാണോ എനിക്കറിയില്ല. അതുകൊണ്ടാ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നമസ്കാരം സാർ. സാറെന്താ പറയാൻ പറഞ്ഞേ? എന്താ പണി സാറേ? ഒരാളുടെ കഥ കഴിക്കണം, അതാ ജോലി. വാട്സാപ്പിൽ ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അവനെ തീർക്കണ്ടേ. അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറയാം. പറഞ്ഞതൊക്കെ മനസ്സിലായോ? അത് ഞാൻ ചെയ്തോളാം സാറേ. പിന്നൊരു കാര്യം, ഈ കൊലപാതകം ആക്സിഡന്റ് നടന്ന പോലെ ആക്കി തീർക്കണം. ഇതിൽ എന്റെ പേര് ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. അശോക്, കാറിനകത്ത് ക്യാഷ് എടുത്തിട്ട് വരാം ബോസ്.
കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ എമൗണ്ട് നിങ്ങളെ തേടി വരും. തീർക്കലോ അല്ലേ? സാറിന് അതിനെ കുറിച്ച് സംശയമൊന്നും വേണ്ട. അവൻ തീർന്നെന്ന് സാറ് പോസ്റ്റ് അടിച്ചേക്ക്. ഒരു സംശയവും വേണ്ട സാറേ. നീ പുറപ്പെടുക.